മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ഒരു ബോക്സിനകത്തുള്ളത് എന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നേരെ അൺബോക്സിലേക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് ഫ്ലിപ്കാർട്ട് എന്ന വെബ്സൈറ്റിൽ നിന്നാണ്. നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താണ് ഈ ഒരു ബോക്സിനകത്ത് ഉള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനുവേണ്ടി ഞാൻ കത്രിക എടുത്ത് നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താണ് ഈ ഒരു ബോക്സിനകത്തുള്ളത് എന്ന് നമുക്ക് ഓൾറെഡി ആരോ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ബോയ എന്ന് പറയുന്ന കമ്പനിയുടെ BYM1 എന്ന് പറയുന്ന ഒരു മൈക്കാണ്. പുതുതായിട്ട് ഇപ്പോൾ ഒരു മൈക്ക് വേണം തോന്നി, അങ്ങനെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരു മൈക്ക് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതുവരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ തന്നെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ഒരു മൈക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ ബോയയുടെ BYM1 എന്ന് പറയുന്ന മൈക്ക് വാങ്ങിയത്. ഈ ഒരു മൈക്കിൻ്റെ ഫ്യൂച്ചേഴ്സുകൾ ബാക്കിൽ തന്നെ കമ്പനി എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു മൈക്ക് സ്മാർട്ട് ഫോണിന്, അതുപോലെ തന്നെ DSLR ക്യാമറയ്ക്ക്, അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡർ, PC എന്നീ തുടങ്ങിയത് എല്ലാത്തിലും ഇത് സപ്പോർട്ടാണ്. ഈ BYM1 എന്ന് പറയുന്ന ഈ ഒരു മൈക്ക്. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഒരു മൈക്കെന്ന് കമ്പനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഹാൻഡിൽ നോയ്സ് വളരെ കുറവാണെന്നും പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ബാക്കിൽ പറയുന്നുണ്ട്. ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഇതിന്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്താണുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പേഴ്സിനകത്താണ് ഇതിൻ്റെ മുഴുവൻ സാധനങ്ങളും അടങ്ങിയിട്ടുള്ളത്. അതിന് പുറമെ ചെറിയൊരു കാറ്റലോഗ് ഉണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ഒരു കാറ്റലോഗിലുണ്ട്. എങ്ങനെ ബാറ്ററി ഇടണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇതിനകത്തൊരു സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ എന്തൊക്കെയാണ് അത് ഉള്ളതെന്ന്, ഒരു നല്ലൊരു പേഴ്സ് ഉണ്ട് നമുക്ക് മൈക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിന് ക്യാമറയ്ക്ക് വേണ്ടി, സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് 2 ബട്ടൺ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. നോക്കട്ടെ. അതുപോലെ ചെറിയൊരു പാക്കറ്റിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇത് നമ്മളെ കോളറിൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അത്യാവശ്യം നല്ല പവർ തന്നെ ഉണ്ട്. പിന്നെ നമുക്കൊരു കൺവേർട്ടർ ഉണ്ട്. അതുപോലെ നമ്മൾ ഫിൽറ്റർ ഉണ്ട്, നമ്മൾ മൈക്കിന് മുകളിൽ വെക്കണ. ഇങ്ങനെ ഘടിപ്പിച്ചു ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ.
ഈ ഒരു ഇത് നമുക്ക് ഇവിടെ ഘടിപ്പിച്ച് നമ്മുടെ ആംപ്ലിഫയറിനൊക്കെ കണക്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് കേബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 മീറ്റർ നീളമാണ്. 6 മീറ്റർ നീളത്തോളുണ്ട് ഈ ഒരു കേബിൾ എന്ന് ആണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങിയ ഒരു ഗാഡ്ജറ്റാണ് ബോയയുടെ BY M1 എന്ന് പറയുന്ന ഈ ഒരു ഗാഡ്ജറ്റ്. ഇത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനും ഈ ഒരു BY M1 എന്ന് പറയുന്ന ഈ ഒരു മൈക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയത്. ഏകദേശം 900 രൂപയോളം വില വരുന്ന ഈ ഒരു മൈക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, പിന്നെ അതുപോലെ നോയ്സ് റിഡക്ഷൻ വളരെ കുറവാണെന്നും ഇതിൻ്റെ റിവ്യൂസിൽ കണ്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മൈക്ക് വാങ്ങിയത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഒരു മൈക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ട് ഇതിനുള്ള പെർഫോമൻസ് എന്ന്. ഹലോ ചെക്ക് 1 2 3. ഹലോ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ബോയ BY M1 എന്ന് പറയുന്ന മൈക്കിൽ നിന്നുള്ള ഒരു സൗണ്ടാണ്. നേരത്തെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത മൈക്കിൽ നിന്നുള്ള ഒരു വോയിസ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാകും മൈക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നും സൗണ്ടിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും. ഇവിടെ നമുക്ക് ഈ ഒരു മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണിന് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. താഴെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ എന്നൊരു ഓപ്ഷനും മുകളിൽ ക്യാമറ എന്നൊരു ഓപ്ഷനും നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും. നമ്മൾ ക്യാമറയായിട്ടാണ് ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ക്യാമറയിലും ഈ ഒരു മൈക്ക് വർക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ഈ ഒരു മൈക്ക് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ട് എന്നുള്ള സൈറ്റിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ക്ലിക്ക് ഓൾ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് പുതിയൊരു വീഡിയോസുമായി എന്താണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അതുപോലെ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. Thank you.